الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والله يدعو إلى دار السلام ويهدي من يشاء إلى صراط مستقيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, പരമകാരുണികനും കരുണാനിധിയുമായ പടച്ചവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പരമാവധി ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിലുടനീളം റബ്ബിനെ ഓർക്കുകയും അവനെ സ്മരിക്കുകയും അവൻ്റെ നിയമ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന വിശ്വാസിനികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പശ്ചിമേഷ്യ കലുഷിതമാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചിട്ട് ദിവസങ്ങളായി. രണ്ട് രാഷ്ട്രത്തിലെ പ്രദേശങ്ങളിലും വൻ നാശങ്ങളാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇസ്രയേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു യുദ്ധമാണിത് എന്ന് അതിനെ വിലയിരുത്തുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒരു പരമാധികാര രാഷ്ട്രത്തിലേക്ക് കടന്നു കയറിക്കൊണ്ട് ആക്രമിച്ച് ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് വരുത്തി തീർക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. ഒരു രാഷ്ട്രത്തെ തിരുത്തുകയോ അവരിൽ വല്ല പോരായ്മകളോ ഉണ്ട് എങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ അത് പരിഹരിക്കുവാനുള്ള പല മാർഗങ്ങളുമുണ്ട്. അതൊരു പക്ഷേ സാമ്പത്തിക ഉപരോധമാകാം, അതല്ലെങ്കിൽ രാഷ്ട്രീയമായ ഉപരോധമാകാം, അതുമല്ലെങ്കിൽ മധ്യസ്ഥന്മാർ ചേർന്നുകൊണ്ടുള്ള ചർച്ചയാകാം. ഇങ്ങനെയൊന്നും തന്നെ ഒരു രാഷ്ട്രം തിരുത്തപ്പെടുന്നില്ല എങ്കിൽ അവർക്കെതിരെയുള്ള അവസാനത്തെ ആയുധമായിട്ടാണ് യുദ്ധത്തെ കാണേണ്ടത്. എന്നാൽ ഇങ്ങനെയൊന്നുമില്ലാതെയാണ് ഇവിടെ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം അല്ല, യുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അണുവായുധം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്
എന്ന ആരോപണമുന്നയിച്ചുകൊണ്ടാണ്, യുറേനിയത്തിൻ്റെ സമ്പുഷ്ടീകരണം നടക്കുന്നുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇറാൻ്റെ നേരെ ഇങ്ങനെ ഒരു നടപടിക്ക് തുനിഞ്ഞിട്ടുള്ളത്. ഒരു സാമാന്യ മര്യാദ അനുസരിച്ചുകൊണ്ട് ഒരാരോപണം ഉന്നയിക്കുന്ന ആൾ, അവരുടെ അടുക്കലെങ്കിലും അത് ഉണ്ടാവാൻ പാടില്ല. എന്നാൽ ഇസ്രായേൽ 967 അണുവായുധം നിർമ്മിച്ചിട്ടുണ്ട്. അണുവായുധം നിർമ്മിച്ചു എന്ന് മാത്രമല്ല, 979 സൗത്ത് ആഫ്രിക്കയിൽ അത് പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് അണുവായുധങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇങ്ങനെ ഒരു സംശയത്തിൻ്റെ പേരിൽ മറ്റൊരു രാഷ്ട്രത്തെ ആരോപണ വിധേയരാക്കുകയും അതിൻ്റെ പേരിൽ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ചർച്ചകൾ മുമ്പേ നടക്കുന്നതായിരുന്നു. മുമ്പ് ജോർജ് ബുഷിൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു ആരോപണമുണ്ടാവുകയും അങ്ങനെ ഇറാൻ തങ്ങളുടെ ആണവ നിലയങ്ങൾ മുഴുവനും അവർക്ക് തുറന്നു കൊടുക്കുകയും ഞങ്ങൾ അവിടെ വല്ലതും ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ യുറേനിയം ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുത വേഗത്തിന് വേണ്ടിയോ അതുപോലെയുള്ള മേഖലയ്ക്ക് വേണ്ടിയോ ആണോ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കുവാൻ വേണ്ടി തുറന്നു കൊടുത്തിരുന്നു. അങ്ങനെ അവിടെ അത്തരത്തിലുള്ള ഒരു നീക്കം നടക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞതാണ്. അങ്ങനെ നടത്തുകയില്ല എന്നൊരു കരാറിൽ ഏർപ്പെട്ടതുമാണ്. അതിനുശേഷമാണ്, കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഭരണം നടത്തുന്ന ട്രംപ് ഇതിനു മുമ്പ് ഭരണം നടത്തിയപ്പോൾ ആ കരാറിൽ നിന്ന് പിന്മാറിയത്. കാരണം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുകയും ഇതുപോലെയൊരു അവസ്ഥയുണ്ടാവുകയും ചെയ്താൽ മാത്രമേ പശ്ചിമേഷ്യയിൽ തങ്ങളുടെ മേൽക്കോയ്മ നിലനിൽക്കുകയുള്ളൂ എന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് അവർ മാറിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കുക എന്നത് അത് ഏതൊരു രാജ്യമായിരുന്നാലും അവരുടെ അവകാശത്തിൽപ്പെട്ടതാണ്, അവർക്ക് അർഹമായിട്ടുള്ള കാര്യമാണ്. അതിനുവേണ്ടി ചുറ്റുപാടുകളിൽ നിന്ന് ആളുകളൊക്കെയും കഴുകക്കണ്ണോടുകൂടി നോക്കി നിൽക്കുകയും തങ്ങളെ നശിപ്പിക്കുവാനും കൊത്തിവലിക്കുവാനും എന്തുണ്ട് മാർഗം എന്ന് ആലോചിക്കുകയും ചെയ്താൽ ഒരു വേള ഇറാൻ ആണവായുധം ഉണ്ടാക്കിയാൽ തന്നെ അതിൻ്റെ പേരിൽ അവരെ കുറ്റം പറയാവതല്ല. കാരണം ഇറാൻ്റെ കയ്യിൽ, ഈ ലോകത്ത് പല രാഷ്ട്രങ്ങളുടെ കയ്യിലും ആണവായുധങ്ങളുണ്ട്. ഇറാൻ്റെ കയ്യിലില്ല. എന്നാൽ വളരെ ചെറിയ രാഷ്ട്രമായിട്ടുള്ള നോർത്ത് കൊറിയയുടെ അടുക്കൽ ആണവായുധമുണ്ട്. അതുകൊണ്ട് ആണവായുധമുണ്ട് എന്നതുകൊണ്ട് തന്നെ വൻകിട രാഷ്ട്രങ്ങൾ പോലും അവരോടൊരു പോരിന് തയ്യാറാവാറില്ല. കാരണം എന്താ? അവരുടെ അടുക്കൽ ആണവായുധമുണ്ട്. അതുകൊണ്ട് അത് ഒരു പക്ഷേ അവർ പ്രയോഗിക്കുകയാണ് എങ്കിൽ അതൊരു പ്രയാസകരമായ അവസ്ഥയുണ്ടാക്കും, നാശം വിതക്കും എന്നതുകൊണ്ടാണ്. അത് മാത്രവുമല്ല, നോർത്ത് കൊറിയ മാത്രമല്ല, ഇതുപോലെ ഒരുപാട് രാഷ്ട്രങ്ങളുടെ അടുക്കൽ ആണവായുധങ്ങളുണ്ട്, അമേരിക്കയടക്കമുള്ള ഒരുപാട് രാഷ്ട്രങ്ങളിൽ. എന്നിട്ട് ഇവിടെ ഇറാനെ മാത്രം കുറ്റപ്പെടുത്തുകയും അവർ ഇങ്ങനെ ആണവായുധം നിർമ്മിച്ചിട്ടില്ല എന്നിട്ട് പോലും അതിനുള്ള ശ്രമം നടക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക്, യുദ്ധസമാനമായ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് ഈ വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ദൈനംദിനം അതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വാർത്തകൾ, ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൊക്കെ നാം കാണുന്നുണ്ട്. ഞാനത് വിശദീകരിക്കേണ്ടുന്ന കാര്യവുമില്ല. ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് വന്നെത്തിയിട്ടുള്ളത് ഒന്നാമത്തത് പശ്ചിമേഷ്യയെ കയ്യിലൊതുക്കണം എന്ന ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. രണ്ടാമതായിക്കൊണ്ട് ഗസയിൽ നടക്കുന്ന നരനായാട്ട് മറച്ചുവെക്കണം എന്ന രണ്ടാമത്തെ ലക്ഷ്യവുമാണ്. ഇങ്ങനെ രണ്ട് ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാണ്, അമേരിക്കയുടെ പിന്തുണയോട് കൂടിയിട്ട് ഇസ്രായേൽ ഇങ്ങനെയൊരു കാര്യത്തിന് മുതിർന്നിട്ടുള്ളത് എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ അവർ വിചാരിച്ചതിനപ്പുറം പലതുമാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതും
ഒരു യാഥാർത്ഥ്യമാണ്. അഥവാ ഞങ്ങൾ കടന്നു കയറി ആക്രമിച്ചാൽ ഞങ്ങളുടെ അയൺ ഡോമുകൾ ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരാൾക്കും കടന്നു വരാൻ പറ്റാത്ത വിധം സുരക്ഷിതരാണ് ഞങ്ങളുടെ ആളുകളും ഞങ്ങളുടെ സംവിധാനങ്ങളും ഞങ്ങളുടെ ബിൽഡിങ്ങുകളും എല്ലാം സുരക്ഷിതരാണ് എന്ന് കരുതിയിരുന്ന ഇസ്രായേല്യരായ ആളുകൾ അത് എല്ലാം തന്നെ തകിടം മറയുന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ അവസ്ഥ അധികം തുടരുമെന്ന അഭിപ്രായം നമുക്കില്ല എങ്കിലും അതിനു മുന്നേ മറ്റ് കുത്തക രാഷ്ട്രങ്ങൾ ഇടപെടുകയും ഇസ്രായേലിനെ തടച്ചു നിർത്തുവാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും എന്നത് തീർച്ചയാണ്. എങ്കിലും ഇവിടെ ലോകത്ത് ഞങ്ങളാണ് വമ്പന്മാർ എന്ന് പറയുന്ന ആളുകളെ ഒരു പാഠം പഠിപ്പിക്കുവാനും അങ്ങ് ഗസയിൽ നടന്നിട്ടുള്ള അവസ്ഥകൾ, ബിൽഡിങ്ങുകൾ തകർന്നു വീഴുന്നതും ആളുകൾ നെട്ടോട്ടമോടുന്നതും അതുപോലെ തന്നെ പിഞ്ചു കുട്ടികൾ ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്ന സ്ഥലങ്ങളിൽ പോലും ബോംബ് വർഷിക്കുകയും ഒരുപാട് ആശുപത്രി കെട്ടിടങ്ങൾ നശിപ്പിക്കുകയും അതുപോലെ നാടിനെ മുഴുവനും ഒരു ശ്മശാനമാക്കി മാറ്റുകയും ചെയ്യുന്ന അവസ്ഥ അത് ഗസയിൽ മാത്രമല്ല ഇസ്രായേലിലും നടക്കും എന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചു എന്നത് ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഭാഗമായി നമുക്ക് മനസ്സിലാക്കാം. എന്നാലും നാം തിരിച്ചറിയേണ്ടത് യുദ്ധമൊന്നിനും പരിഹാരമല്ല. യുദ്ധം നാശം വിതക്കുന്നതാണ്. യുദ്ധത്തിലൂടെ അവിടെയല്ലേ യുദ്ധം നടക്കുന്നത് എന്ന് സമാധാനിക്കാൻ നമുക്ക് പോലും പറ്റില്ല. അതിൻ്റെ പേരിൽ സ്വർണത്തിന് വില കയറാം, ക്രൂഡ് ഓയിലിന് വില കയറാം, സാധനങ്ങൾക്ക് വില കയറാം, രാജ്യത്തെ സമാധാനമായ ജീവിതാന്തരീക്ഷം ഇല്ലാതെയാകാം. അങ്ങനെ ലോകത്തുടനീളം പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് യുദ്ധം വരുത്തി വെക്കുക എന്നതും നാം തിരിച്ചറിയേണ്ടുന്ന കാര്യമാണ്. ഇതോടുകൂടി ഞാൻ ഈ വിഷയത്തിൻ്റെ ആമുഖം പറഞ്ഞ് ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇതിനെ ഒരു അവസരമാക്കി മാറ്റിയെടുത്തുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തേജോവധം ചെയ്യുവാനും അവർക്ക് നേരെ അവർ ഭീകരവാദികളാണ്, രക്തം കാണേണ്ടവരാണ്, യുദ്ധക്കൊതിയന്മാരാണ്, ഭീകരവാദികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ നേരെ ആരോപണം ഉന്നയിക്കുന്ന ആളുകളുണ്ട്. വാളുകൊണ്ടാണ് ഇസ്ലാം പ്രചരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആളുകൾക്കിടയിൽ പല വിധത്തിലുള്ള ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇസ്ലാം പ്രചരിച്ചിട്ടുള്ളത് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ആളുകളെ ഇസ്ലാമിനെതിരിൽ തിരിക്കുവാൻ നമ്മുടെ കേരളത്തിലടക്കമുള്ള മലയാളം ഓൺലൈൻ ചാനലുകൾ അടക്കമുള്ള ഒരുപാട് ചാനലുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ സത്യാവസ്ഥ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ലോകത്ത് ചരിത്രങ്ങളിൽ നിന്ന് മറച്ചുവെക്കപ്പെടുന്ന ഒരുപാട് മനുഷ്യക്കുരുതികളുണ്ട്, ഒരുപാട് കൊലപാതകങ്ങളുണ്ട്, ഒരുപാട് യുദ്ധങ്ങളുണ്ട്. എന്നാൽ അതൊന്നും തന്നെ പലപ്പോഴും ലോകം വായിച്ചെടുക്കാറില്ല, ചരിത്രങ്ങളിൽ നിന്ന് ഓർമ്മിച്ചെടുക്കാറില്ല. നമുക്കറിയാം, ഒന്നാം ലോക മഹായുദ്ധം അത് മുസ്ലിങ്ങളുടെ മേൽനോട്ടത്തിലോ അവരുടെ പങ്കാളിത്തത്തിലോ നടന്നതായിരുന്നില്ല. രണ്ടാം ലോക മഹായുദ്ധവും മുസ്ലിങ്ങളായിരുന്നില്ല അതിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബിടുകയും ലക്ഷക്കണക്കിന് ആളുകളെ വധിക്കുകയും ഇന്നും അതിൻ്റെ ദുരിതം പേറിക്കൊണ്ടുള്ള ജന്മങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാക്കിയിട്ടുള്ളതും മുസ്ലിങ്ങളായിരുന്നില്ല. നെപ്പോളിയന്റെ പടയോട്ട കാലത്ത് 5 ലക്ഷം ജൂതന്മാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആ നെപ്പോളിയൻ മുസ്ലിമായിരുന്നില്ല. അതുപോലെ തന്നെ കോടിക്കണക്കിന് മനുഷ്യരെ കൊന്ന ലെനിനും ജോസഫ് സ്റ്റാലിനും പോൾവോട്ടും മാവോ സേതുങ്ങും ഇതുപോലെയുള്ള യുദ്ധവീരന്മാരായ ആളുകളൊന്നും അവരൊന്നും തന്നെ മുസ്ലിങ്ങളായിരുന്നില്ല. ഹിറ്റ്ലറും മുസോളിനിയും പേരുകേട്ട ഭീകരവാദികളായ യുദ്ധക്കൊതിയന്മാരായ ആളുകളെ കൊന്നൊടുക്കിയിട്ടുള്ള ആളുകളാണ്. അവരും മുസ്ലിങ്ങളായിരുന്നില്ല. അവരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം, ഹിറ്റ്ലർ 60 ലക്ഷം ജൂതന്മാരെ കൊന്നിട്ടുണ്ട്. 60 കണ്ണിൽ കാണുന്ന ജൂതന്മാരെ ഇന്ന് ഇസ്രായേലിൽ നിലകൊള്ളുന്നത് ആ ജൂതന്മാരാണ്. ആ ജൂതന്മാരെ മുഴുവനും, കണ്ണിൽ കണ്ടവരെ മുഴുവനും കൊലപ്പെടുത്തിയിട്ടുള്ള ആളാണ് ഹിറ്റ്ലർ. 60 ലക്ഷത്തോളം ആളുകളെ അദ്ദേഹം കൊലപ്പെടുത്തി എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ നാട്ടിലുടനീളം ലോകത്തുടനീളം നെട്ടോട്ടമോടിയിട്ടുള്ള ജൂതന്മാർ
ആ ജൂതന്മാർക്ക് നിൽക്കാൻ ഒരു സ്ഥലമില്ലാതെ വന്നപ്പോ, കയറിക്കിടക്കാൻ ഒരു സ്ഥലമില്ലാതെ വന്നപ്പോ അവരെ ഇങ്ങോട്ട് പോരൂ, ഞങ്ങൾ സംരക്ഷിക്കാം എന്ന് പറഞ്ഞ് ഭക്ഷണവും വെള്ളവും നൽകിയവരാണ് ഫലസ്തീനികൾ. ആ ഫലസ്തീനികൾ അവർക്ക് സംരക്ഷണം നൽകി. അങ്ങനെ പിൻകാലത്ത് നമ്മുടെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പല ബന്ധങ്ങളുടെ പേരിൽ ഇസ്രായേലിയർക്ക് ഒരു പ്രത്യേക ഭാഗം വീതിച്ചു കൊടുത്തു. അങ്ങനെ അവർ ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെട്ടു. അവർ ഇന്ന് ആദ്യമുണ്ടായിരുന്ന മൊത്തത്തിലുണ്ടായിരുന്ന ഫലസ്തീൻ എന്ന ഭാഗത്തെയും കൈയടക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊരു ഭാഗമാണ്. ഞാൻ പറഞ്ഞത് ഹിറ്റ്ലർ ഒരിക്കലും മുസ്ലിം ആയിരുന്നില്ല. അതുപോലെ തന്നെ ലോകത്ത് ഫലസ്തീനിൽ ലക്ഷക്കണക്കായ ആളുകളെ പീഡിപ്പിക്കുന്ന ആളുകൾ ഒരിക്കലും മുസ്ലിങ്ങളായിരുന്നില്ല. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഭരണത്തിൽ അസ്ഥിരതയുണ്ടാക്കുകയും സദ്ദാം അടക്കമുള്ള ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്ത് ഈ പറഞ്ഞ അണുവായുധത്തിന്റെ പേരിലും ഇത്തരത്തിലുള്ള പല ആയുധങ്ങളുടെ പേരിലുമായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോ അതിന്റെ നേതൃത്വം നൽകിയിട്ടുള്ള അമേരിക്കയടക്കമുള്ള ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റുപറ്റി, സദ്ദാം ഞങ്ങൾ ആരോപിച്ചിട്ടുള്ള രൂപത്തിലുള്ള ആയുധങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന്. സദ്ദാം അന്ന് ആണയിട്ട് പറഞ്ഞു, നിങ്ങൾ ആരോപിക്കുന്ന ആയുധങ്ങളൊന്നും ഞങ്ങൾ കൈവശം വെച്ചിട്ടില്ല, ഉണ്ടാക്കിയിട്ടില്ല, നിങ്ങൾക്ക് പരിശോധിക്കാമെന്ന്. പക്ഷേ അവിടെ ലക്ഷ്യം ആ രാജ്യത്തെ നശിപ്പിക്കണമെന്നായിരുന്നു. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലും അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നു എന്ന് നമുക്കറിയാം. ഞാനിത് പറഞ്ഞത് ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും തന്നെ മുസ്ലിങ്ങൾ നേതൃത്വം കൊടുത്തവയായിരുന്നില്ല. ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ മരണം വരിച്ചിട്ടുള്ള, കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും മുസ്ലിങ്ങൾ നടത്തിയതല്ല. മുസ്ലിങ്ങൾ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന കാര്യങ്ങളോ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളെ എടുത്തു വെച്ചുകൊണ്ടാണ് പലപ്പോഴും. നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രത്തിൽ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. യുദ്ധം ഒരു പരിഹാരമല്ല. എന്നാൽ പ്രവാചകന്റെ ജീവിതത്തിലെ 13 വർഷക്കാലം അത് ഏറ്റവും പരീക്ഷണം നിറഞ്ഞ കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ പ്രവാചകൻ യുദ്ധത്തിന് വേണ്ടിയോ പ്രതിഷേധിക്കുവാൻ വേണ്ടിയോ പ്രവാചകൻ ആഹ്വാനം ചെയ്തിട്ടില്ല. അതിനുശേഷം പ്രവാചകൻ മദീനയിൽ പോയി 10 വർഷക്കാലം ജീവിച്ചു. ആ 10 വർഷക്കാലത്തിനിടക്കും തങ്ങൾക്ക് തങ്ങളുടെ രാജ്യത്തിന്റെ പരിധി വികസിപ്പിക്കുവാൻ വേണ്ടിയോ അതല്ലെങ്കിൽ മറ്റ് അതുപോലെയുള്ള ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധവും ചെയ്തിട്ടില്ല. മറിച്ച് വിശ്വാസപരമായ നിലനിൽപ്പിന് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല, അത്തരത്തിലുള്ള ഒരു അവസ്ഥയില്ല എന്ന് മനസ്സിലാക്കിയപ്പോ ആ അവസ്ഥ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും യുദ്ധം ചെയ്തിട്ടുള്ളത്. പ്രവാചകൻ നേരിട്ട് പങ്കെടുത്തതും പ്രവാചകന്റെ കാലഘട്ടത്തിൽ നടന്നതുമായിട്ടുള്ള യുദ്ധങ്ങൾ 81 യുദ്ധങ്ങളാണ്. 81 യുദ്ധങ്ങൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. എന്നാൽ ആ യുദ്ധങ്ങളിലെല്ലാം കൂടി മരണപ്പെട്ടിട്ടുള്ള ആളുകൾ വെറും 1018 ആളുകൾ മാത്രമാണ്. വെറും 1018 ആളുകൾ 81 യുദ്ധങ്ങളിലായിക്കൊണ്ട് മരണപ്പെട്ടിട്ടുള്ളത്. അത് തന്നെ വിശ്വാസികളല്ലാത്ത ആളുകൾ 758 ആളുകളാണ്. വെറും 758 ആളുകളാണ് ഈ പറഞ്ഞ 81 യുദ്ധങ്ങളിലുമായി കൊണ്ട് മരണപ്പെട്ടു പോയിട്ടുള്ളത്. എന്നാൽ ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളിലും ഇതുപോലെയുള്ള ബോംബിങ്ങുകളിലും ദിനം പ്രതി, ഇപ്പൊ നമുക്കറിയാം, ഇന്നും ഇന്നലെയും തൊട്ട് തലേ ദിവസങ്ങളിലൊക്കെ ഗസയിൽ 50ഉം 100ഉം ആളുകളാണ് ദിനം പ്രതി മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ദിനം പ്രതി മരിക്കുന്നത്. എന്നാൽ പ്രവാചകന്റെ ആ യുദ്ധങ്ങളിലെല്ലാം കൂടി അവിശ്വാസികളായ 758 ആളുകളാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്. നമുക്കറിയാം, ഫ്രഞ്ച് വിപ്ലവം, ആ ഫ്രഞ്ച് വിപ്ലവത്തിൽ 66 ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 66 ലക്ഷം ആളുകൾ ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ചരിത്രം അറിയപ്പെടുന്ന റഷ്യൻ വിപ്ലവം എന്ന് പറയുന്ന വിപ്ലവത്തിൽ 1 കോടിയിലധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 1-ാം ലോക മഹായുദ്ധം മുസ്ലിങ്ങളായിരുന്നില്ല നടത്തിയത് എന്ന് പറഞ്ഞില്ലേ? ആ 1-ാം ലോക മഹായുദ്ധത്തിൽ 73 ലക്ഷം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്, കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്.
രണ്ടാം ലോക മഹായുദ്ധത്തിൽ 106 ലക്ഷം 1,06,00,000 ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ലോകത്ത് ഒരുപാട് മനുഷ്യക്കുരുതികൾ നടന്നിട്ടുണ്ട്. ആ മനുഷ്യക്കുരുതികളൊന്നും തന്നെ മുസ്ലിങ്ങളുടെ നേതൃത്വത്തിലോ മുസ്ലിങ്ങളുടെ പങ്കാളിത്തത്തിലോ അവർ മൗനസമ്മതം നൽകിയതിൻ്റെ പേരിലോ ഒന്നും നടന്നിട്ടുള്ള കാര്യമായിരുന്നില്ല. എന്നാലും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും എങ്ങനെയൊരു അവസരം കിട്ടുമോ അവിടെയെല്ലാം തന്നെ കടന്നാക്രമിക്കുവാനും ആരോപണങ്ങൾ ഉന്നയിക്കുവാനും വേണ്ടിയിട്ടാണ് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ ചരിത്രം എന്ന് പറയുന്നത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സന്ദേശത്തിൽ തൻ്റെ പ്രബോധനത്തിലുടനീളം സമാധാനപൂർണമായ ഒരു അന്തരീക്ഷമാണ് പ്രവാചകൻ ആഗ്രഹിച്ചിട്ടുള്ളത്. പ്രവാചകൻ ആളുകളോട് ഉത്ബോധനം നടത്തിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂനുസിൽ 10-ാം അധ്യായം 25-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയുന്നു, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്കല്ല, അസമാധാനം നിറഞ്ഞ ഒരു അവസ്ഥയിലേക്കല്ല, സമാധാനത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. വയഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. ഏറ്റവും ചൊവ്വായ പാതയിലേക്ക് അവൻ നിങ്ങളെ വഴി കാണിക്കുകയും ചെയ്യുന്നു എന്ന സമാധാനത്തിന്റെ അവസ്ഥയിലേക്കാണ് ഇസ്ലാം എപ്പോഴും സമൂഹങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അഭിവാദനം പോലും നമുക്കറിയാം. ഒരാളെ കണ്ടുമുട്ടുമ്പോ അസ്സലാമു അലൈക്കും എന്ന സമാധാനമുണ്ടാവട്ടെ, ശാന്തിയുണ്ടാകട്ടെ എന്ന രൂപത്തിലാണ് ഇസ്ലാം ആളുകളെ കണ്ടുമുട്ടുമ്പോൾ അവരുമായിട്ടുള്ള സംസാരം തുടങ്ങുന്നതിന് മുമ്പ് അവരോട് സംസാരിക്കേണ്ട സംസാരം എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരിക്കൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈബർ യുദ്ധാനന്തരം അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ അവിടെ നിന്ന് സ്ത്രീകളുടെ കരച്ചിൽ ഇങ്ങനെ കേൾക്കുകയാണ്. ആ സ്ത്രീകളുടെ കരച്ചിൽ കേൾക്കുന്ന സ്ഥലത്തു കൂടി ബിലാൽ റളിയല്ലാഹു അൻഹു നടന്നു വരുന്നുണ്ട്. ആ ബിലാൽ റളിയല്ലാഹു അൻഹു നടന്നു വന്ന് പ്രവാചകന്റെ അടുക്കലെത്തിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അനുസിയത്ത് മിൻക റഹ്മത്തു യാ ബിലാൽ. ബിലാലെ, നിന്റെ മനസ്സിൽ നിന്ന് കാരുണ്യം നഷ്ടപ്പെട്ടു പോയോ? നിന്റെ മനസ്സിൽ നിന്ന് കാരുണ്യം നഷ്ടപ്പെട്ടു പോയോ? ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വേദനിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്ത്രീകളുടെ അടുത്ത് കൂടി നീ നടന്നു പോരുമ്പോ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും നീ ശ്രമിച്ചില്ലേ? എന്ത് കടുകട്ടിയായ മനസ്സാണ് നിനക്കുള്ളത്? വേദനിക്കുന്ന മനസ്സിന്റെ ആളുകളുടെ ഒപ്പം നിൽക്കണം ബിലാലെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിക്കുകയാണ്. അതുപോലെ തന്നെ കുട്ടികൾ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലം മൻഹാകും മൻ ഖത്ലിൻ നിസാഇ വസ്ബിയാൻ. സ്ത്രീകളെയും കുട്ടികളെയും കൊല ചെയ്യരുത് എന്നത് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ആക്ഷേപിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്ത സമയത്ത് യുദ്ധ സൈന്യങ്ങളെ പല നാടുകളിലേക്ക് അയക്കുന്ന സമയങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം പോലെ തന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉപദേശിക്കാറുണ്ടായിരുന്നു, ഇന്നി മൂസീക ബി അശ്രി ഖിലാൽ. ഞാനിതാ 10 കാര്യങ്ങൾ നിങ്ങളെ ഉപദേശിക്കുകയാണ്. ആ 10 കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു പറയുന്നു, ലാ തഖ്തുൽ ഇംറഅതൻ വലാ സബിയ്യൻ. നിങ്ങളൊരു സ്ത്രീയെയോ ഒരു കുട്ടിയെയോ കൊല്ലാൻ പാടില്ല. വലാ കബീറൻ ഹറമൻ. ഒന്നിനും കഴിയാത്ത വയോവൃദ്ധന്മാരായ ആളുകളെ നിങ്ങളൊന്നും ചെയ്യരുത്. വലാ തഖ്തൽ ശജറൻ മുസ്മിറ. കായ്ച്ചു നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല. നാഗരികതയെ അഥവാ ബിൽഡിങ്ങുകളെ നിങ്ങൾ തകർക്കുവാൻ പാടില്ല. ഇങ്ങനെയുള്ള 10 ഉപദേശങ്ങളോളം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൈന്യങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ എല്ലാം ഇസ്ലാം ആഗ്രഹിക്കുന്നത്, പ്രവാചകൻ ആഗ്രഹിക്കുന്നത്, സ്വഹാബത്ത് ആഗ്രഹിക്കുന്നത് സമാധാനമാണ്, ശാന്തിയാണ്. ജനങ്ങൾ അത്തരത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥയാണ്. 13 കൊല്ലക്കാലം മക്കയിൽ ജീവിച്ചു. നിർബന്ധ സാഹചര്യത്തിൽ മദീനയിലേക്ക് പോകേണ്ടി വന്നു. തിരിച്ചു മക്കയിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള മക്കം ഫത്ഹ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈന്യവുമായി കടന്നു വന്നു. മക്ക വിജയിച്ചടക്കുവാൻ വേണ്ടിയിട്ടാണ്.
പക്ഷേ ആ മക്ക വിജയിച്ചടക്കുന്ന സമയത്ത് ഒരു തുള്ളി ചോര പോലും പൊടിഞ്ഞില്ല, ഒരു തുള്ളി ചോര പോലും തൊടിഞ്ഞില്ല, ഒരു കുഞ്ഞിന്റെ ആർത്തനാദവും അവിടെ കേട്ടില്ല. അതുപോലെ തന്നെ ഒരു സ്ത്രീയെയും മാനഭംഗപ്പെടുത്തിയില്ല, ഒരു കെട്ടിടവും തകർക്കപ്പെട്ടില്ല. മക്കം ഫത്ഹായി, മക്കം വിജയിച്ചടക്കി, ഒരു പ്രശ്നവും അവിടെ ഉണ്ടായില്ല. എന്നിട്ടോ ആ പ്രവാചകന്റെ മുന്നിൽ വന്നു നിൽക്കുന്ന ആളുകൾ അവർ ഓച്ചാനിച്ചു നിൽക്കുകയാണ്. അവർ കഅബയുടെ ഭരണാധികാരികളായിരുന്നു. പണ്ട് കാലത്ത് ഇവരെ ക്രൂരമായി ചരിത്രത്തിൽ ഉദാഹരണമില്ലാത്ത വിധത്തിൽ പീഡനങ്ങൾക്ക് വിധേയരാക്കിയിട്ടുള്ള ആളുകളാണ്. ഇൻഷാ അല്ലാഹ് ഭാഗങ്ങൾ അടുത്ത ഖുതുബകളിൽ നമുക്ക് പുതിയൊരു മുഹറം മാസവും ഹിജ്റ വർഷവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുവാനുള്ളതാണ്. അത്രക്ക് ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരാക്കിയിട്ടുള്ള ആളുകൾ തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് ഓച്ചാനിച്ചു നിൽക്കുന്നു. എന്ത് നിയമ നടപടികളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വീകരിക്കാം. പ്രവാചകൻ വേദനിച്ച ഒരുപാട് രംഗങ്ങൾ, പ്രവാചകന്റെ പല്ല് പോലും പൊട്ടിപ്പോയ രൂപത്തിൽ ആക്രമണം അഴിച്ചുവിട്ട രംഗങ്ങൾ, തന്റെ പിതൃവ്യനായിട്ടുള്ള ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തുകയും കരൾ ചവച്ചിക്കുകയും ചെയ്തിട്ടുള്ള രംഗങ്ങൾ, അതുപോലെയുള്ള ഒരുപാട് മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത രംഗങ്ങൾ ഉണ്ടായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങളുടെ മേൽ പ്രതികാരമില്ല, പ്രതികാരമെടുക്കുന്ന ദിവസമല്ല ഇന്ന്. ഇദ്ഹബൂ അൻതുമുത് തുലഖാ, നിങ്ങളൊക്കെ പോയിക്കോളി, സ്വതന്ത്രരാണ്, സർവതന്ത്ര സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിടുകയാണ് ചെയ്തിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ നയങ്ങളും നിലപാടുകളും പ്രവാചകനും സ്വഹാബത്തും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അങ്ങനെയാണ്. അസമാധാനത്തിന്റെ ഒരവസ്ഥ പോലും ഒരിക്കലും എവിടെയും ഉണ്ടാകാൻ പാടില്ല. അതിന് എന്തെല്ലാം വിട്ടുവീഴ്ചകൾ ചെയ്യാൻ സാധിക്കുമോ ആ വിട്ടുവീഴ്ചകളെല്ലാം ചെയ്തുകൊണ്ട് സമൂഹത്തിൽ ജീവിക്കണം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാലും ഇസ്ലാമിന്റെ നേരെ അവർ യുദ്ധക്കൊതിയന്മാരാണ്, രക്തം കണ്ടാലേ അവർക്ക് സമാധാനമുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നേരെ ഈ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ പോലും ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്ന ആളുകൾ ഇസ്ലാമിന്റെ സമാധാനപരമായ ചിന്തയെക്കുറിച്ചും ഖുർആൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചും പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കേണ്ടതാണ്. നമ്മളും അത് തിരിച്ചറിയേണ്ടതാണ്. ഇസ്ലാം എന്നത് സമാധാനത്തിന്റെ മതമാണ്, ശാന്തിയുടെ മതമാണ് എന്നത് നാം തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂമു ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീകും ഇബാദുല്ലാഹി വ നഫ്സി സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. കാലികമായി യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ പേരിലുള്ള ആരോപണങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു, ഇതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഫലസ്തീൻ കീഴടക്കുകയാണ്. ഫലസ്തീൻ ശത്രുക്കളുടെ കൈകളിലായിരുന്നു. പിന്നീട് അദ്ദേഹം ഫലസ്തീൻ കീഴടക്കുന്ന രംഗത്ത് അവരുമായിട്ടൊരു കരാറുണ്ടാക്കി. ഉഹ്ദത്ത് ഉമർ എന്ന പേരിൽ ചരിത്രത്തിൽ ആ കരാർ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ കരാറിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നത് അവിടെയുണ്ടായിരുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളുമായിട്ടുള്ള ആളുകളുടെ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകും, അവരുടെ കുരിശിനും പള്ളിക്കും സംരക്ഷണം നൽകും. ബഹുദൈവാരാധനയുടെ ചിഹ്നങ്ങളായ കുരിശിനും പള്ളിക്കും സംരക്ഷണം നൽകും. അതുപോലെ അവർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും വകവെച്ചു കൊടുക്കുന്ന ഒരു കരാറാണ് ഉമർ റളിയല്ലാഹു അൻഹു ഫലസ്തീനിൽ അവിടെ രേഖപ്പെടുത്തുന്നത്. കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് പോലും അല്പം വിഷമമുണ്ടായെങ്കിലും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യം അതാണ്. അതുപോലെ തന്നെ 1187 സലാഹുദ്ദീൻ അയ്യൂബി ഫലസ്തീൻ തിരിച്ചു പിടിക്കുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് അതിനു മുമ്പ് നടന്നിട്ടുള്ള ഒരുപാട് രംഗങ്ങൾ, കുരിശ് യുദ്ധത്തിൻ്റെ ചരിത്രങ്ങളുണ്ട്,
ലക്ഷക്കണക്കായ മുസ്ലിങ്ങളെ കുരുതി കൊടുത്തിട്ടുള്ള ആ കുരിശി യുദ്ധം, ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കാതെ അദ്ദേഹം അവർക്കെതിരിൽ ഒരു നടപടിയും എടുക്കാതെയാണ് അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം ആ നാടിനെ മോചിപ്പിച്ചെടുത്ത് അവിടെ ഒരു ഭരണം സ്ഥാപിക്കുന്നത് എന്നത് നമുക്കറിയേണ്ടതാണ്. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, സ്നേഹവും സഹിഷ്ണുതയും സാഹോദര്യവും വിട്ടുവീഴ്ചയുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നതും നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരു ജനാധിപത്യ മതേതരത്വ രാജ്യത്ത് ജീവിക്കുന്ന നമ്മൾ, ഖുർആൻ പറയുന്നു, ലാ യൻഹാക്കുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂക്കും, നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ നിങ്ങളോട് അനീതി പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു നാട്ടിൽ നന്മ പുലർത്തിക്കൊണ്ട് നിങ്ങൾ അവിടെ ജീവിക്കുന്നതിന് ഒരു വിഷമവുമില്ല. ആളുകൾ, അള്ളാഹു നീതി പുലർത്തുന്നവനാണ്, നീതി ചെയ്യുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പിന്നെ യുദ്ധത്തിന് വേണ്ടിയുള്ള കൽപ്പനയുണ്ടാകുന്നത് ഖുർആൻ പറയുന്നത് ഉദിനലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമൂ വഅന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയുന്നുണ്ട്. പരസ്പരം അവർക്ക് യുദ്ധത്തിന് ഇരയായിത്തീരുന്ന ആളുകൾക്ക് യുദ്ധം ചെയ്യുവാനുള്ള അനുവാദം അല്ല, നേരിട്ട് അങ്ങോട്ട് കയറി അടിക്കാനുള്ള അനുവാദമല്ല. അത്തരത്തിലുള്ളൊരവസ്ഥ സ്വയം നേരിടുമ്പോൾ അവർക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇസ്ലാം നൽകിയിട്ടുള്ളത്. അപ്പോൾ എവിടെ നോക്കിയാലും ഇസ്ലാമിൻ്റെ നിയമങ്ങളും സംഹിതകളും എവിടെ നോക്കിയാലും അവിടെയെല്ലാം തന്നെ പരമാവധി വിട്ടുവീഴ്ച ചെയ്യുകയും താഴ്ന്നു കൊടുക്കുകയും നാട്ടിലും സമൂഹത്തിലും സമാധാനാന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്യാനുള്ള അവസ്ഥകളും അതുപോലെയുള്ള നിർദ്ദേശങ്ങളുമാണ് നൽകിയിട്ടുള്ളത്. ഇസ്ലാമിന് നേരെയുള്ള ആരോപണങ്ങൾ അത് ഏത് മുക്കുമൂലകളിൽ നിന്നായിരുന്നാലും അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വർത്തമാന കാലഘട്ടത്തെക്കുറിച്ച് നാം അറിയുകയും ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ചും അതുപോലെ ലോക ചരിത്രത്തിൽ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ചും നാം അറിയുകയും നമ്മുടെ ഇസ്സത്ത് നാം മനസ്സിലാക്കുകയും നമ്മുടെ ഇസ്ലാമിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി നാം ശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ലോകത്തിൻ്റെ ഏത് മുക്കുമൂലകളിൽ ജീവിക്കുന്നവരായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകൾക്ക് ഇസ്സത്ത്, പ്രതാപം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. ലോകത്തെ എല്ലാ മനുഷ്യർക്കും മതവ്യത്യാസങ്ങൾ, ജാതി വ്യത്യാസങ്ങളില്ലാതെ സമാധാനത്തോടുകൂടി ഈ ലോകത്ത് കഴിഞ്ഞുകൂടുവാനുള്ള ഒരു സമാധാനാന്തരീക്ഷം അള്ളാഹുവേ നീ നിലനിർത്തി തരണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഫലസ്തീനിലെ ഗസയിലും മറ്റു പ്രദേശങ്ങളിലും കൊടിയ പീഡനങ്ങൾക്ക് വിധേയരായി കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവേ നീ സഹായം വർഷിക്കണമേ തമ്പുരാനെ. അവരെ നീ സുരക്ഷിതരാക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് നീ ശമനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമയും സന്തോഷവും സദാ നൽകണമേ തമ്പുരാനെ. അള്ളാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു ഷഹാദത്ത് കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാനും അത് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.